പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസം വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ദിവസം എനിക്ക് വയ്യായിരുന്നു പറഞ്ഞാൽ നല്ല ബോഡി പെയിനും ഒക്കെ ആയതുകൊണ്ട് അന്ന് ഞാൻ വീഡിയോ ഇട്ടില്ല. പിറ്റേ ദിവസം നമ്മൾ ലൈവ് ഇട്ട കാരണം പിന്നെ അന്ന് ഷോർട്സ് ഇട്ടിട്ട് വീഡിയോ ഇടണ്ട, അത് പോസ്റ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഇന്നലെ നമുക്കൊരു മരണം ഉണ്ടായിരുന്നു. പിന്നെ അതിന് പോയിട്ടൊക്കെ വന്നപ്പോഴേക്കും നേരം വൈകി. പിന്നെ മൈൻഡ് ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇട്ടില്ല, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരു വീഡിയോ എന്താ കണ്ടില്ല എന്നുള്ളത്. പിന്നെ ദിൽനക്കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ നമ്മളെല്ലാവരും ചായയൊക്കെ കുടിച്ചു. റവ ഉപ്മാവായിരുന്നു. റവ ഉപ്മാവ് ഇപ്പോൾ ഈ ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് റവ ഉപ്മാവ് ഉണ്ട്. ഇതിങ്ങനെ വെക്കുമ്പോൾ അല്ലേ ട്രൈപോഡിൽ നിന്ന് ഫോൺ ഇങ്ങോട്ട് താഴേക്ക് പോകണം. ഇത് ഈ റിംഗ് ലൈറ്റിൽ സെറ്റ് ചെയ്ത കാരണമല്ലേ, ഈ റിംഗ് ലൈറ്റിൽ ഇങ്ങനെ വെച്ച കാരണമല്ലേ ഇതിങ്ങനെ താഴേക്ക് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പോയോണ്ടിരിക്കുന്നത്. നമുക്കിനി ഉച്ചയ്ക്ക് മാമുണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കി, ചോറുണ്ടാക്കി, ബീഫ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ണക്കുട്ടി കുറേ ദിവസമായിട്ടോ ബീഫിൻ്റെ കാര്യം വേണ്ടിയിട്ട് പറയും. നമ്മുടെ പെരുന്നാളൊക്കെ ഇതൊക്കെ പെരുന്നാളിൻ്റെ അന്നൊക്കെ നമ്മൾ ഉണ്ടാക്കണം. ഇത് തേങ്ങാച്ചോറും ബീഫൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചൊക്കെ പാളി. ഇവിടെ പണി ഇങ്ങനെ കൂടി ഓണം കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ട്. അപ്പോൾ കുളിയുടെ കഴിയുന്നതിൻ്റെ മുന്നേ ഞാനിതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. അതിലേക്കുള്ള സവോള, ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പ് കുറച്ചധികം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പടവല ഇരിക്കുന്നുണ്ട്. നമ്മളന്ന് നമ്മുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരു ഏട്ടൻ വന്നുല്ലോ, ശ്രീനേട്ടൻ, ആള് തന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട്. നാളെ നമുക്ക് പരിപ്പും പടവല ഇട്ടിട്ട് കറി വയ്ക്കാം. ഇന്നിപ്പോൾ ബീഫ് ഉള്ളതുകൊണ്ട് വെച്ചാൽ നാശമായി പോവും, കളയേണ്ടി വരും. ഇതുകൊണ്ട് നമുക്ക് കുഞ്ഞൊരു ഉപ്പേരി സെറ്റ് ചെയ്യാം. ബീഫ് നമുക്ക് വരട്ടുകയും ചെയ്യാം കേട്ടോ. പപ്പടം ഉണ്ട് കാച്ചാൻ വേണ്ടിയിട്ട്. പപ്പടം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ഏട്ടൻ വന്നു. ഏട്ടനല്ല, ഇതിൻ്റെയൊക്കെ ഇതുണ്ടാവും. ആള് വന്നിട്ട് ആളുടെ അമ്മയ്ക്ക് സുഖമില്ല, ഡിസ്കിന് കംപ്ലൈൻറ്റാണ്. അപ്പോൾ 50 രൂപ പപ്പടത്തിന്. അപ്പോൾ നമ്മൾ വാങ്ങി അത് കിട്ടാം. ഏതായാലും പപ്പടം ഇല്ല, അപ്പോൾ വാങ്ങുകയും ചെയ്തു. നമ്മളെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ബീഫ് വരട്ടാം കേട്ടോ. അപ്പോൾ കുക്കറിലാണ് നമ്മൾ വെക്കുന്നത്. അതിൻ്റെ മുന്നേ നമ്മൾ പൊടിയൊക്കെ മൂപ്പിച്ചിട്ട് ഒന്ന് അരച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വരട്ടിയിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഒരുപാട് ടൈം പോകും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് പൊടി ചൂടാക്കാം കേട്ടോ. പൂച്ചിട്ടി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം എടുക്കും. എൻ്റെ അസിസ്റ്റന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ അസിസ്റ്റന്റ് ആണ് കേട്ടോ. എനിക്കിപ്പോൾ വെക്കേഷൻ ആയ സമയം ആയതുകൊണ്ട് എനിക്കല്ല അവർക്ക് ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മതി. പൂച്ചിട്ടി മുളക് പൊടി, പൂച്ചിട്ടി മല്ലിപ്പൊടി, പൂച്ചിട്ടി പൂച്ചിട്ടി എന്തിനും പൂച്ചിട്ടി. പക്ഷേ പൂച്ചിട്ടി കുറച്ചങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തരില്ല, അവിടെ ആയിരിക്കും. അതിനിപ്പോൾ എന്ത് പറയണത്, ഞങ്ങൾ നീക്കുക നേരം വൈകും, വീഡിയോ എടുക്കണം, ഷോർട്സ് എടുക്കണം, അങ്ങനെ ഇങ്ങനെ എഡിറ്റിംഗ് ഒക്കെ കൂടെ ആകുമ്പോൾ ഞങ്ങൾക്ക് ദിവസം തികയണില്ല. അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ പണി കൂടെ. അപ്പോൾ ഞങ്ങൾ ടൈം ടേബിളൊക്കെ ഒന്ന് മാറ്റി ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ കണ്ടന്റ് ബുക്കിനകത്ത് നമ്മുടെ ഓരോരോ സംഭവങ്ങൾ എഴുതി വെക്കും. പക്ഷെ നടക്കില്ല. ഇതാ വരുന്നത്. ഇനിയാണ് മതി. ഒരു മണ്ണിൻ്റെ കയ്യിലെടുത്തോളൂ. ഇനി കൊല്ലാൻ വീഡിയോ എടുത്തോ. പൊടി ചൂടാക്കിയിട്ടില്ലെങ്കിൽ ഈ കടയിൽ നിന്ന് വാങ്ങണ കാരണം ഈ മല്ലിപ്പൊടിയൊക്കെ അല്ലേ ഒരു ഇഷ്ടമാണല്ല. ഇന്നിപ്പോൾ നമ്മൾ മാവേലി പോകണമെന്ന് വിചാരിച്ചതാട്ടോ. ഇന്നും പൂച്ചിട്ട് നീക്കാൻ 10-10:30. അപ്പം അത് കാരണം ഒക്കെ താളം തെറ്റാണേ. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പൊടിക്കാം. മുളക് പൊടി പൊട്ടിച്ചോളൂ അതിൽ. നമ്മുടെ ഇന്നലെ കച്ചവടത്തിന് പോയ സ്ഥലത്ത് വെച്ചിട്ടേ വണ്ടി ബാറ്ററി വീക്കായിട്ട് വണ്ടി സ്റ്റാർട്ടായില്ല. എന്നിട്ട് ഷാജേട്ടൻ വേറെ വണ്ടിയിലൊക്കെ കയറിയിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് അതെടുത്ത് ചാർജ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ആൾ പോയിട്ടുണ്ട്. നമുക്ക് വണ്ടി എത്തിയിട്ടില്ല, അതിലെ പാത്രങ്ങൾ ഇറക്കാനും ക്ലീനാക്കാനും ഒന്നും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ഉച്ചയാവും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മറ്റേ നമുക്ക് പാത്രമൊക്കെ അതിനകത്ത് നിന്ന് ഇറക്കി കഴുകുക, കുളി കഴിഞ്ഞിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചടപ്പം. അതുകൊണ്ട് ഞങ്ങളൊക്കെ അതിൻ്റെ മുന്നേ ചെയ്തിട്ടാണ് കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അതുകൊണ്ട് ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് അതൊരു വലിയൊരു ടാസ്ക് ഉണ്ട്, അതൊക്കെ ചെയ്യാം.
മൂപ്പിച്ച് അരച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് പോലെ തോന്നാറുണ്ട് കേട്ടോ എനിക്ക്. ഈ നമ്മൾ വാങ്ങണ മല്ലിപ്പൊടി ആയതുകൊണ്ട് തന്നെ ചിലത് നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് കറക്റ്റ് വരില്ല. ഇപ്പം ഇതിനകത്ത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി കാണുന്നില്ല അല്ലേ? ഓക്കെ, മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് ചൂടാക്കി ഇനി ആ ചെറിയ ജാറിലിട്ട് നമ്മളൊന്ന് നല്ല മഷി പോലെ അരയ്ക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ മീറ്റിൽ നല്ലോണം തിരുമ്മി ചേർക്കും. പൊന്നെ ഒന്ന് ഇതിലേക്ക് കാണിച്ചേടാ. ഞാൻ അങ്ങോട്ടേ പിടിച്ചോളൂ. ഇടുക. ഞാനിത് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം അല്ലല്ലോ ഉണ്ടാക്കണം. ബീഫിൻ്റെ വരട്ടിയായിട്ടും ഡ്രൈ ആക്കിയിട്ടും വീഡിയോഫായിട്ടൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് കറക്റ്റ് കാണിക്കാത്തത് കേട്ടോ. ഇതൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും കുരുമുളക്, നമ്മുടെ കുരുമുളകല്ലേ ഈ ഷാജേട്ടൻ ഈ കച്ചവടത്തിന് കൊണ്ടുപോകുമ്പോഴേ ഞാൻ ആ ഏട്ടൻ്റെ അടുത്ത് കുരുമുളക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആ പാത്രം കൊടുത്തതേ ഓർമ്മയുള്ളൂ. പിന്നെ ആ കുരുമുളകിൻ്റെ പാത്രം കുരുമുളകൊക്കെ പോയി. ഇനി നമുക്ക് പൊടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ജാറിൽ അരയ്ക്കാൻ പോയിട്ട് ആ എടുത്ത തിരുമ്പിട്ട തുണി എടുത്ത് വേണ്ട. കുറച്ച് ബാക്കിലേക്ക് വയ്ക്കോ? കുരുമുളകിൻ്റെ പൊടി പൊടിച്ച് പോകാൻ പാടില്ല. ശാസ്ത്രം. ഓക്കെ, ഒരുപാട് പൊടിച്ച് വെച്ചാലേ ശരിയാവത്തില്ലടാ. കൂടുതലായിട്ട് കുരുമുളക് പൊടിച്ച് വെച്ചാൽ കണ്ണൻകുട്ടിയും പൂജുട്ടിയും കൂടെ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് ബുൾസൈ ഉണ്ടാക്കാനോ ഓംലെറ്റ് ഉണ്ടാക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് വാരി കോരിയിടും കേട്ടോ. ഈ നനഞ്ഞ കൈ വെച്ചിട്ട് അവർ അതിനകത്ത് ഇങ്ങനെ പിഞ്ചെടുക്കല്ലേ, ഇങ്ങനെ നുള്ളിയെടുക്കല്ലേ, അങ്ങനെ എടുക്കുമ്പോൾ ബാക്കി കൂടെ പൂത്ത് പോവും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉണങ്ങിയ സ്പൂണ് വെച്ചിട്ട് എടുക്കണം, അല്ലെങ്കിൽ അത് കൈ വെച്ചെടുക്കരുത്, അതിൽ നനവ് തട്ടരുത് എന്നൊക്കെ. പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ അവർ മറന്നിട്ട് അങ്ങനെ ചെയ്യാറുള്ളതുകൊണ്ട് ഞാൻ കുറേശ്ശെ പൊടിച്ചിട്ടാണ് കുരുമുളക് ഇങ്ങനെ കുഞ്ഞൊരളുക്കിലാക്കി വെക്കും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് കേട്ടോ. അതൊക്കെ പൊടിച്ച് വെച്ചിട്ട് നമ്മളിതാ നമ്മുടെ അരപ്പും കൂടെ ഒന്ന് അരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മസാലയ്ക്ക് വേറൊരു ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ അരയ്ക്കാം. പക്ഷേ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഇത്രയും പൊടിയും കാര്യങ്ങളും മതി. കുരുമുളക് പൊടി ഇടണ കൊണ്ട് ഈ സമയത്ത് ഞാൻ കുരുമുളക് പൊടി ഒന്നും ഇട്ടിട്ട് അരയ്ക്കണില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല ഇത്രയുള്ളേ. ഇതെല്ലാം കൂടെ അരച്ചിട്ട് നമുക്ക് ഇനി അതങ്ങോട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ആ മിക്സി അപ്പോൾ കൈയോടെ തുടക്കി കേട്ടോ, അല്ലെങ്കിൽ ഒന്നിച്ചൊരു കഴുകാൻ വേണ്ടിയിട്ട് ആകെ കൂടെ അലമ്പാവും മിക്സി. അതിന് നാളെ മറ്റന്നാൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസം അരച്ചതിൻ്റെ അരപ്പും പൊടിയും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് പറ്റി പിടിച്ചിട്ട് അത് ആകെ അങ്ങോട്ട് വൃത്തികേടായി പോവും. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ മിക്സി എടുക്കുമ്പോൾ വിചാരിക്കുന്നത് അയ്യോ ഇവറ്റയ്ക്കൊരു വൃത്തിയില്ല വെടുപ്പില്ലല്ലോ എന്ന് വിചാരിക്കുമല്ലോ. അത് വിചാരിച്ച് ഇതൊന്നും നമ്മളങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കില്ലല്ലോ. മിക്സി റെഡിയാക്കുക അതൊന്നും നമ്മളെന്നും ചെയ്യുന്ന പരിപാടികളല്ലാത്തതുകൊണ്ട് തന്നെ അത് അപ്പം കൈയോടെ ഞാൻ അങ്ങോട്ട് തുടച്ച് വെക്കും. എന്നിട്ട് ഇതാ നമ്മുടെ ബീഫിലേക്ക് ഈ അരപ്പൊക്കെ ഇട്ടു. കുക്കറിലാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞു. നമ്മുടെ അരപ്പെല്ലാം അതിലേക്ക് ആക്കിയിട്ട് കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക്, ഒരു അരപ്പിടി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നല്ലോണം തിരുമ്മി ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം തിരുമ്മണം കേട്ടോ. ഈ തിരുമ്മലിലാണ് ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. നല്ലോണം കൈ വെച്ചിട്ട് തന്നെ തിരുമ്മി കൊടുക്കണം. ഇനി ചിലവർക്ക് ഇത് കാണുന്നവർക്ക് അയ്യോ കൈ വെച്ചിട്ടാണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലിപ്പോൾ വൃത്തിയേടോ കാര്യങ്ങളോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് അടിപൊളിയായിട്ട് തിരുമ്മി ചേർത്തിട്ട് അത് ഒരു ലേശം വെള്ളം, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി, വെള്ളം ഒഴിച്ചിട്ട് അത് അടച്ച് വയ്ക്കുക. കുക്കർ അടച്ച് വെച്ചിട്ട് ഇനി അതങ്ങനെ ഒരു 5-6 വിസിലാവട്ടെ. കണ്ടാൽ തന്നെ അറിയാം കേട്ടോ ബീഫ് അടിപൊളി ബീഫാണ് എന്നുള്ളത്. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഇതാ നമ്മുടെ പടവലങ്ങ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പേരി. നമ്മൾ മിക്കവാറും ആരും അങ്ങനെ ഉണ്ടാക്കാറുണ്ടാവില്ലായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ഞാനൊന്നും മുന്നേ ഈ ഒരു പടവലങ്ങ വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കറീനേക്കാട്ടിലും കൂടുതൽ ഇങ്ങനെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തോരൻ പോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അത് കുളിക്കണതിൻ്റെ മുന്നേ അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, താഴെ വെച്ചുള്ളതുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇതിന് ഉപ്പേരിക്ക് എന്താ എന്ന് വിചാരിച്ചപ്പോഴാണ് ഇതും കൂടെ എന്നാൽ അങ്ങോട്ട് തട്ടി കൂട്ടി അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കുനുകുനാന്നൻ അരിയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കാര്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒരുപാട് ചെറിയുള്ളി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ടപ്പേന്ന് നമുക്കത് അരിഞ്ഞുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു
ചെറിയൊരു സവാള അത് അരിഞ്ഞതിനകത്തേക്ക് ചേർക്കുക. പിന്നെ ഒരു 2-3 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഒരു 2 വെളുത്തുള്ളി മതി കേട്ടോ. അപ്പോൾ സവാളയും വെളുത്തുള്ളിയും ആവശ്യത്തിന് പച്ചമുളകും 2 വേപ്പിലയും കൂടെ അതിലിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഉപ്പേരി വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ടേസ്റ്റുമാണ്. പിള്ളേർക്ക് ആദ്യമൊന്നും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടാക്കുമ്പോഴേ പറഞ്ഞു ഞങ്ങൾക്ക് ഉപ്പേരി വേണ്ട കേട്ടോ, ഇത് വേണ്ട, ഞങ്ങൾ കഴിക്കില്ല എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി രണ്ടാൾക്കും കേട്ടോ. അങ്ങനെ നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇത്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇനി പരിപ്പും ചിരങ്ങയും കൂടെ, എൻ്റെ ഈ പടവലയും ചിരങ്ങയും എനിക്ക് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. പടവലങ്ങയും പരിപ്പും ഇട്ടിട്ട് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ പോകുള്ളത് കാരണം എത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാണ്. അതുകൊണ്ട് അവിടെ വെച്ച് അമ്മ അതിൻ്റെ ഇടയിൽ ഈ ഇതുണ്ടല്ലോ പയറിൻ്റെ എല്ലാം കിട്ടിയിട്ടുണ്ട്. അമ്മ കുട്ടീന്ന് കണ്ണനെ പറഞ്ഞാക്കിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കണ്ണൻകുട്ടി ആ സമയത്തൊന്നുമില്ലെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോവും. പിന്നെ ഈ നട്ടുച്ചയ്ക്ക് ഞാൻ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പാവം തോന്നും. അത് കാരണം ആ ഒരു പയറിൻ്റെ എല്ലാം ഞാൻ അമ്മോട് തന്നെ എടുത്തോളാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. ഇതൊക്കെ അരിഞ്ഞ് പെറുക്കി അവിടേക്ക് ഒന്ന് തുടച്ചിട്ടപ്പോഴേക്കും തന്നെ നമുക്ക് ദാഹം കൊണ്ട് വലയും കേട്ടോ. ഇടയ്ക്കും മടമടാന്നെ ഞാൻ വെള്ളം കുടിക്കും. പക്ഷേ കുടിക്കുന്ന വെള്ളമൊക്കെ തണുത്ത വെള്ളം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണ് ഞാൻ കുടിക്കുക. അല്ലാത്ത വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് വരും. ഇല്ലെങ്കിൽ പിന്നെ തിളപ്പിച്ചാറിയ ജീരകം ഇട്ടിട്ടോ അതുപോലെ ഉലുവൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ചൊയ വേണം ആ വെള്ളത്തിന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ നാളികേരം പൊളിക്കാൻ വേണ്ടിയിട്ടോ. ഇവിടെ നാളികേരത്തിന് നല്ല വിലയാണ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കുറേശ്ശെ എടുക്കാൻ വേണ്ടിയിട്ടേ ഇനി പറ്റുള്ളൂ. ഇനി ഇല്ല നമ്മുടെ അടുത്ത് മേടിച്ച്. അപ്പോൾ അമ്മ കിട്ടിയാൽ തരുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നാളികേരം നമ്മുടെ കയ്യിലുള്ളൂ. പുറത്തുനിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. അത് പൊളിക്കാൻ വേണ്ടി വലിയ പാടാണ്. കണ്ണൻകുട്ടി ഞാൻ പൊളിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് തന്നെ ഇത് ഇങ്ങോട്ട് പൊക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൈവേദനയും കൂടെ ആകുമ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ആകുമ്പോൾ ആ വേദന പെട്ടെന്ന് ഇളകുകയും ചെയ്യും. അപ്പോൾ എനിക്ക് പാടുള്ളത് അവന് കുറച്ച് അതിനെക്കാട്ടിലും പാടാവില്ലേ വിചാരിച്ചിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് പൊളിച്ചു. എന്നിട്ട് ഇത് അവിടെ ഇരിക്കണം ആ ചപ്പ് പൊടി ഉണ്ടാവില്ല, അത് അപ്പം തന്നെ കൈയോടെ അങ്ങോട്ട് അടിച്ച് വാരിയിട്ടു. ഇല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ കിടന്നാലോ വിചാരിച്ചിട്ട്. തേങ്ങ പൊട്ടിയുമ്പോഴേക്കും കണ്ണൻകുട്ടിക്ക് വെള്ളം വേണം പറഞ്ഞിട്ടൊക്കെ വരും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് നാളികേരത്തിൻ്റെ വെള്ളം. അത് മധുരമുള്ളതാണ് വേണം. അപ്പോൾ അത് ഓക്കെ ആണോ അല്ലേ നോക്കിയിട്ട് ആശാൻ അത് മൊത്തം കുടിക്കും. എനിക്ക് ഇവരൊന്നും ഇല്ലെങ്കിൽ ഞാൻ കുടിക്കും കേട്ടോ. എനിക്കും ഇഷ്ടമാണ് നാളികേരം നല്ല മധുരമുള്ള തേങ്ങയുടെ വെള്ളം നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിന് കുറച്ച് നമുക്ക് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചിരകിയിടാമെന്ന് വിചാരിച്ചു. നമ്മൾ ബീഫ് നല്ലോണം ഡ്രൈ ആക്കണില്ല, കുറച്ചൊരു ഒരു വരട്ടിയ പോലെ ആക്കണം. എന്താ വെച്ചാൽ നമുക്കത് മതി. അത് പൊനച്ചിട്ട് നമുക്ക് ചോറുണ്ടാൻ വേണ്ടിയിട്ട് അത് മാത്രം മതി. അതുകൊണ്ടാണ് കേട്ടോ. പപ്പടവും അതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്, വേറെ ഒന്നും വേണ്ട. പിന്നെ ഞാൻ ഉപ്പേരി എക്സ്ട്രാ ഇതൊന്ന് കേട് വന്ന് പോകണ്ടല്ലോ, നമുക്കൊരാൾ തന്നതല്ലേ, നല്ലതല്ലേ, വളടാത്ത നല്ല സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ആ ഒരു പടവല ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ബീഫും പപ്പടവും ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പേരിയുടെയും ചമ്മന്തിയുടെയും അച്ചാറിൻ്റെയും ഒന്നും ആവശ്യമില്ല കേട്ടോ. വേറെ എക്സ്ട്രാ ഒരു കറിയുടെ പോലും ആവശ്യമില്ലേ. അപ്പോൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് പപ്പടം അങ്ങോട്ട് കാച്ചി വെക്കുക. ഞാൻ പറയാറുള്ള പോലെ ഇപ്പം എല്ലാവരും ഇവിടെ പപ്പടത്തിന് അഡിക്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓരോരുത്തരും 5 വെച്ച് 4 വെച്ചിട്ടൊക്കെ കഴിക്കും. പൂജയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ 3 4 വെച്ചിട്ടൊക്കെ ചോറുണ്ടാൻ വേണ്ടിയിട്ടും പുട്ടൊക്കെ ആണെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ടും ഉപ്മാവൊക്കെ ഉണ്ടെങ്കിൽ ഈ പപ്പടം ഭയങ്കരമായിട്ട് ആവശ്യമാണ്. പിന്നെ അത് വിൽക്കാൻ വന്നിട്ടുള്ള ആളെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു പാവം തോന്നിയിട്ട് വന്നു. വല്ലാത്തൊരു പാവം വെച്ചാൽ നമുക്ക് അതിൽ കൂടുതൽ കൊടുത്ത് സഹായിക്കാൻ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതവർക്കൊരു നമ്മൾ വാങ്ങിയിട്ട് അവർക്ക് അതിലൊരു 10 രൂപ അവരുടെ ഒരു കാര്യത്തിന് കിട്ടുക എന്ന് പറയുമ്പോൾ ആശ്വാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പപ്പടം വാങ്ങിയതാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ പപ്പടമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ വാങ്ങി, അത്രയേ ഉള്ളൂ. നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ആ എണ്ണയിൽ തന്നെ പപ്പടം കാച്ചിയ എണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ചു. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അതിൽ വേപ്പില ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, വേപ്പില, ഒരു സവാള, പിന്നെ 2-3 വെളുത്തുള്ളിയുടെ അല്ലി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പാകത്തിന് ഉപ്പിട്ടിട്ട് അടച്ച് വെക്കാതെ വേവിക്കാം. അടച്ച് വെക്കാണ്ട് ഇങ്ങനെ ഇളക്കി വേവിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്തോളും. അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കറിയാമല്ലോ വേവായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ച് ഒരു പിടിയോ അരപ്പിടിയോ നാളികേരം കൂടെ ചിരകിയിട്ടിട്ട് ഒന്നും കൂടെ അതൊന്ന് ആ ഒരു നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ മാറണ വരെ ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ഉപ്പേരി സെറ്റായി. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന്. പടവലങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഇനിയിപ്പോൾ എങ്ങനെ വെച്ചാലും അതിഷ്ടം ഉണ്ടാവില്ല. എനിക്ക് ഇതിനോടൊരു വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ലേ മുന്നേക്കെ, പക്ഷേ ഈ ഉപ്പേരി കൂട്ടിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി. ഇനി നമുക്ക് ബീഫ് നമുക്കിനി അത് വഴറ്റിയിട്ട് അങ്ങോട്ട് തട്ടാം, അതിലേക്ക് റെഡിയാക്കാം. ബീഫ് അങ്ങോട്ട് റെഡിയാക്കിയാൽ ഓരോരുത്തർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം.
അപ്പോൾ അതിലേക്ക് ചട്ടിയിലേക്ക് എണ്ണയൊക്കെ പാകത്തിന് ഒഴിച്ചിട്ട് നല്ല നെയ്യുള്ള ബീഫായതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. നമ്മളിതാ ആദ്യം തന്നെ സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. അതൊന്നും ഇങ്ങോട്ട് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ചട്ടിയിൽ ഇങ്ങനെ അടിയിൽ പിടിക്കും, അതിങ്ങോട്ട് വഴഞ്ഞാണ്ട് വരും. ഈ ഉള്ളി ഒരു ബ്രൗൺ കളർ ആവണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് വാടി വന്നപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു കേട്ടോ നമ്മൾ മീറ്റിലേക്ക്. അപ്പോൾ അതിലിട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി അത് വെന്തുടയണം. അതിൻ്റെ ഇടയിൽ നമ്മൾ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു വിക്ക് വരേണ്ടത് ഇങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് ധൃതി കൂട്ടുമ്പോൾ എനിക്ക് പറ്റണതാണ് കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചോളണേ. അപ്പോൾ അതൊക്കെ വഴണ്ട് നല്ലോണം കുക്കായി വരുമ്പോൾ നമ്മുടെ ബീഫ് അങ്ങോട്ട് അതിലേക്ക് വെന്ത ബീഫും അതിൻ്റെ ചാറൊന്നും കളയണ്ട കേട്ടോ. മൊത്തം നമ്മൾ അതിലേക്ക് തട്ടിക്കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ ഈ വഴറ്റിയിട്ടിരിക്കുന്ന ഉള്ളിയും സംഭവമൊക്കെ ഈ മസാലയിൽ കടന്നിട്ട് ഒന്നും ഇങ്ങോട്ട് തിളച്ച് ഒന്നുകൂടെ കുറുകി വരട്ടെ. ഒന്നും ഇങ്ങോട്ട് പറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ടേസ്റ്റ് കൂടുതലാണ്. ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനധികം കുരുമുളക് പൊടി ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പാകത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ് ഞാൻ വാരി കോരി ഇട്ട് കൊടുക്കും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് പ്രത്യേകിച്ചും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മല്ലിച്ചപ്പൊക്കെ ഒരുപാട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഇതാ ഗ്രേവി സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഗ്രേവിയോട് കൂടെ നമുക്ക് നിർത്തിയാലും കുറച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ചൂടാറുമ്പോഴേക്കും ഒന്നും കൂടെ പറ്റും. പിന്നെ വൈകിട്ട് ഒന്നും കൂടെ ചൂടാക്കി എടുക്കുമ്പോഴേക്കും അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അതിങ്ങനെ ബ്ലാക്ക് കളറായിട്ട് വരും. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഗ്രേവിയൊക്കെ സൂപ്പറായിരുന്നു. പപ്പടവും ഇതും ഉപ്പേരിയും കൂട്ടിയിട്ട് നമ്മളിരുന്ന് ഫുഡ് കഴിക്കുക. പൂജിട്ട് ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയിരുന്നു. അപ്പോൾ വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് നീറ്റാണ് കേട്ടോ. ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് കഴിക്കണേ. വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരമൊക്കെ കിടന്നു. എന്നിട്ട് നമ്മൾ എന്നത്തെയും പോലെ നമ്മുടെ പരിപാടിയിലേക്ക് ഇറങ്ങുക. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലോണം മടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആകെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ റെഡിയാക്കണം, നേരത്തെ കാലത്ത് നീക്കണം എന്നൊക്കെ പറഞ്ഞാൽ കൂടെ ഈ ഷാജേട്ടൻ രാത്രി വരുമ്പോൾ ആ സമയത്ത് പാത്രങ്ങളൊക്കെ ഇറക്കും. പിറ്റേ ദിവസം നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നട്ടപ്പാതിരയ്ക്ക് നിന്നിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പാത്രം കഴുകും കാര്യമൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊന്നും നമുക്ക് വീഡിയോയിൽ ആ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ ഉറക്കത്തിൻ്റെ മപ്പും പിന്നെ ഇത് ഇറക്കേണ്ടതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടത്. പിന്നെ രാവിലെ ഈ വീഡിയോ എടുക്കുക, രാത്രി തന്നെ ആകുമ്പോൾ നമുക്കൊരു എന്തൊക്കെയോ ഒരു വേഗം ഒന്ന് കടന്നാൽ മതി തോന്നും. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് നല്ലോണം വൈകും. എന്താ വെച്ചാൽ അവർക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആക്കി വെച്ചിട്ടാണല്ലോ കിടന്നുറങ്ങണത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടയേർഡായിട്ട് അങ്ങോട്ട് കിടന്നാൽ നല്ലോണം നേരം വൈകും. പിന്നെ നമുക്ക് ആരെയും പേടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നീറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കുത്തി പറയാനും അല്ലെങ്കിൽ നമ്മൾ ആരുടെയും മുഖമൊന്നും കാണാൻ വേണ്ടിയിട്ട് വീർത്ത് കിട്ടിയ മുഖമൊന്നും കാണാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ. നമ്മൾ നമ്മുടെ കുടുംബമായിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ എപ്പോൾ നീറ്റാലും എന്ത് ചെയ്താലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ചല്ലേ നീക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ ഷാജേട്ടനായാലും നേരത്തെ നീറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതിയും പരിഭവവും പറയാറില്ല. എന്താ വെച്ചാൽ നമ്മളിവിടെ ചെയ്യുന്നത് അവർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ അവർ ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കിയിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ഇങ്ങനെ പോണു. അല്ലെങ്കിൽ നമുക്ക് അയ്യോ നേരത്തെ നീക്കണം 7 മണിയായി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഞാനങ്ങനെയൊക്കെ കുറേ അനുഭവിച്ചായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അതിലൊന്നും ഒരു സമാധാനം ഉണ്ട് കേട്ടോ നീക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിള്ളേർ അങ്ങനെ അങ്ങോട്ട് പ്രഷർ ചെയ്യാറില്ല. 10-10:30 ആയാലാണ് ഞാൻ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പെൻഡിങ് വരുമ്പോഴാണ് നമ്മളൊന്ന് പിറ്റേ ദിവസം നേരത്തെ നീക്കുക അങ്ങനെയൊക്കെ പറയാം. അല്ലാത്ത ദിവസങ്ങൾ അവിടെ കിടക്കട്ടെ വിചാരിക്കും കേട്ടോ. ഇനി സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഉള്ള പെടാപ്പാട് നമുക്ക് അറിയണ കാര്യമല്ലേ. നമുക്കൊന്നല്ലെങ്കിൽ ഉച്ചയ്ക്കെങ്കിലും കിടക്കാമെന്ന് വിചാരിക്കാം. ഈ യൂട്യൂബ് എന്ന് പറയണത് നമുക്ക് തോന്നും എന്താ ഇപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പാടെന്ന്. ഞാനും മുന്നേ അങ്ങനെ വിചാരിച്ചായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലേ. പക്ഷേ അങ്ങനെ അല്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് 10 രൂപ വരുമാനം കിട്ടില്ല. നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ജോലിക്ക് പോകുമ്പോൾ എത്ര എഫേർട്ട് ഉണ്ട് അത്രയും എഫേർട്ട് ഇതിനകത്തുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ മേലുള്ളവരുടെ വായിലിരിക്കുന്ന കേൾക്കണ്ട, അവരുടെ ചീത്തവിളി കേൾക്കണ്ട, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളോ അതൊന്നും കേൾക്കണ്ട എന്നുള്ളൊരു ബെനിഫിറ്റ് ഇതിനുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സെയിം ഒരു ജോലിയുടെ പോലുള്ള എല്ലാ എഫേർട്ടും നമുക്കൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം. ഷോർട്സ് നമ്മൾ എപ്പോഴും ഇപ്പം മാറി മാറി ഓരോ ഷോർട്സ് ചെയ്യണം, അത് വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമയം തികയില്ല കേട്ടോ. വെറുതെ ഇരിക്കുന്നിട്ട് നമുക്കൊരു ജോലിക്കൊന്നും പോകാണ്ട് വീട്ടിലിരിക്കണവർക്കാണെങ്കിൽ യൂട്യൂബ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അല്ലാത്ത ആൾക്കാർക്കൊക്കെ കേട്ടോ. അപ്പോൾ ഇതിനെയൊക്കെ സംബന്ധിച്ച് നമുക്കിവിടെ ഫുഡിൻ്റെ കാര്യം നോക്കണം, ഷാജേട്ടന് പോകാനുള്ള കാര്യങ്ങൾ നോക്കണം. ഇപ്പോൾ കർമ്മയിലേക്കൊക്കെ ആണെങ്കിൽ ഫുഡ് ഇവിടെ നിന്ന് ഉണ്ടാക്കി വേണം. അല്ലാത്ത കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിലും ഇരട്ടി കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു സാധാരണ മുന്നേക്കത്തെ പോലെ നമ്മൾ ഈ ഫുഡിൻ്റെ പരിപാടിയൊന്നും അല്ലാത്ത പോലെയൊക്കെ ആണെങ്കിൽ എനിക്ക് സുഖം. എന്താ വെച്ചാൽ രാവിലെ ചോറും കൂട്ടാനും ഉണ്ടാക്കി നമ്മൾ വീഡിയോ എടുത്ത് ഉച്ചയ്ക്ക് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഫ്രീ ആയി എഡിറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. ഇതങ്ങനെയല്ല. രാവിലെ മുതൽ നമുക്ക് ഈ ഒരു ഫുഡിൻ്റെ പരിപാടി
പരിപാടി നമുക്ക് ഈ ഫുഡിനെ റിലേറ്റ് ചെയ്തിട്ട് ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും അത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത്. നമുക്ക് മൊത്തം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ, നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഈ സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യണം, ഇടണം, അതിൻ്റെ ഇടയിൽ കൂടെ നെറ്റ് പോയാൽ പ്രശ്നമാണ്. അതിൻ്റെ ഇടയിൽ വീഡിയോ പറഞ്ഞ പോലെ ചിലത് ഡിലീറ്റായി പോയൊക്കെ പാടാം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നമുക്ക് പുറത്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വന്നാൽ അതുമാണ്. അപ്പോൾ ഒക്കെ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ജോലി തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്കൊന്നും വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. അതിനനുസരിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ എന്തെങ്കിലും കാട്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും പറ്റില്ലല്ലോ. അപ്പോൾ അതാ നമ്മൾ മുറ്റമൊക്കെ അടിച്ച് വാരി തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചീരക്കുട്ടന്മാർക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അതിൻ്റെ തണ്ട് ഇങ്ങനെ വലുതായോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തു. നമുക്ക് പിന്നെ കവർ വാങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ബാക്കിയും കൂടെ ഇങ്ങനെ പറിച്ച് നടാം. ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, ഒരു നേരം കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷമല്ലേ നമുക്കതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ മണ്ണൊക്കെ ഇട്ടു, വെള്ളമൊക്കെ ഒഴിച്ചു. ഇന്നത്തെ പരിപാടി ഇപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ ഭാഗത്ത് കുറച്ച് വെയിൽ കൂടുതലാണ് കേട്ടോ. ബാക്ക് അപ്പുറത്തെ വശത്താവുമ്പോൾ കോഴികളുടെ ഭയങ്കരമായിട്ട് ശല്യം. അപ്പോൾ വീട്ടൊക്കെ അതിൻ്റെ തലപ്പ് നുള്ളി തിന്നുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ കൂടെ പെറുക്കി ഇപ്പുറത്ത് കൊടുന്ന് വെച്ചിരിക്കുക. എന്നിട്ട് തണലത്തേക്ക് ഇങ്ങോട്ട് ഓരം ചേർത്ത് വെക്കും കേട്ടോ. നല്ല വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കരഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഒന്നും ഇങ്ങോട്ട് ചമ്മലൊക്കെ വന്ന് ആകെ വൃത്തിയേടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് അടിച്ച് വരാൻ വിചാരിച്ചു. നമ്മൾ ഇന്നലെ ഒന്നും ഇവിടെ അടിച്ച് വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു മരണം ഉണ്ടായി എന്നുള്ളത്. നമ്മളിത് ഇന്നലെ ഇട്ട വീഡിയോ, അതിൻ്റെ കുറേ ദിവസം മുന്നെടുത്ത വീഡിയോ. ഇത് നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഡെയിലി എടുക്കുന്ന വീഡിയോസ് അല്ല, ചില ദിവസങ്ങളിൽ ഡെയിലി എടുക്കുന്ന വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കി ഞാൻ ഫ്രണ്ടിൽ നമ്മുടെ ഒരു തുളസി ഒരെണ്ണം അടിപൊളിയായിട്ട് വളർന്നു. ഒരു തുളസി കരിഞ്ഞു പോയിച്ചാൽ അത് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ആ ഒരു തൈ എവിടെയെങ്കിലും കിട്ടി അവിടെ പോയി നടാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെയൊക്കെ നോക്കുക. പക്ഷേ ഇല്ല, ഈ വളർന്ന് നിൽക്കണ ഒരു വലുത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ വരാം. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.